പാമ്പ്ളാനി പൂജ്യം മലബാർ സഭയെ സംഘിസഭയാക്കി കുന്തവുമായി മെത്രാന്മാർ. പൂജ്യം മലബാർ സഭ സിനഡ് നിന്ന് നടക്കാനിരിക്കെ കമാനം ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനിക്കെതിരെ ഒരു വിഭാഗം മെത്രാന്മാർ രംഗത്ത്. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും നടത്തിയെന്നാരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ജോസഫ് പാമ്പ്ളാനിയുടെ അമിതാവേശവും പ്രതികരണവും സഭയെ പ്രതിരോധത്തിൽ ആക്കിയെന്നാണ് കുറേ മെത്രാന്മാരുടെ വിമർശനം. സിനഡ് സെക്രട്ടറി, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല എന്നിവയിൽ നിന്ന് എത്രയും വേഗം പാമ്പ്ളാനിയെ മാറ്റുവാൻ ഇവർ സിനഡിൽ ഇന്ന് ആവശ്യപ്പെടും എന്നാണ് വിവരം. പാമ്പ്ളാനിയുടെ BJP സ്തുതി CPM-നെയും കോൺഗ്രസിനെയും കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ യൂറോപ്പിലേക്ക് പോകണോ എന്ന് തുടങ്ങിയ കടുത്ത പരാമർശങ്ങൾ ഉന്നയിച്ച പാമ്പ്ളാനി മർത്തലമ്മമാർക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിന്ന നിപ്പിൽ കടകം മറിഞ്ഞു BJP സ്തുതിയുമായി ഇറങ്ങുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു, അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു. കൂടുതൽ കടുപ്പിച്ചാൽ പൂജ്യം സഭയിലെ സകല മെത്രാന്മാരുടെയും മെനകെട്ട അരമനകളിൽ ഇടി നിരങ്ങും എന്ന് വിരട്ടിയതോടെയാണ് പാമ്പ്ളാനി അടക്കമുള്ള മെത്രാന്മാർ കടകം മറിഞ്ഞത് എന്നാണ് വിവരം. BJP നേതൃത്വത്തെ സുഖിപ്പിക്കുവാൻ അറസ്റ്റിലായ മടത്തലമ്മമാരെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഡൽഹിയിലുള്ള വസതിയിലേക്ക് നന്ദി പറയുവാനെന്നും പറഞ്ഞു വിട്ടിരുന്നു ഈ നാണം കെട്ടവന്മാർ. കളങ്കിതരായ മെത്രാന്മാർ പൂജ്യം മലബാർ സഭയെ സംഘിക്കൂട്ടിൽ കൊണ്ട് കെട്ടുവാനുള്ള ആശ്രമത്തെ ഇടതു വലത് പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന മെത്രാന്മാരും വിശ്വാസികളും ശക്തമായി എതിർക്കുന്നു. പാമ്പ്ളാനിക്കെതിരെ കൽദായ വിഭാഗം ഒരു അവസരം പാർത്തിരിക്കുകയായിരുന്നു. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സിനഡ് തീരുമാനം മറികടന്ന് വിട്ടുവീഴ്ച ചെയ്തെന്ന പഴി പാമ്പ്ളാനിക്കുണ്ട്. പൂജ്യം മലബാർ സഭയുടെ സിനഡ് ഇന്ന് ആരംഭിക്കാനിരിക്കുകയാണ് പാമ്പ്ളാനിക്കെതിരെ ഒരു വിഭാഗം രംഗത്ത് വരുന്നത്. മർത്തലമ്മമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനി BJP നേതാക്കൾക്ക് നന്ദി അറിയിച്ച സംഭവമാണ് മുഖ്യമായും വിമർശനത്തിന് വഴിവെച്ചത്. ഒരു ബിഷപ്പ് എന്ന പരിഗണന പോലും നൽകാതെ ജോസഫ് പാമ്പ്ളാനിയെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം കടുത്ത ഭാഷയിൽ വിമർശിച്ചതും പൂജ്യം സഭയെ വല്ലാതെ നാണം കെടുത്തിയിരുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു. പാമ്പ്ളാനി അപ്പം ഞെട്ടി. പാമ്പ്ളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പാമ്പ്ളാനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോ സ്തുതി ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാര് കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വേറെ വിവരം, ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ഛനെയും അടിച്ചു. അപ്പൊ വീണ്ടും മാറ്റാൻ തുടങ്ങി. ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന അവരുടെ ചോദ്യം. ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന് അവരുടെ ചോദ്യം. അപ്പൊ ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡിൽ ഇപ്പോ ബജരംഗകൾ ഉൾപ്പെടെ ചേർന്ന് വീണ്ടും പള്ളി ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒഡീഷയിൽ പണ്ടത്തെ പോലെ തന്നെ അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമം ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഈ കടന്നാക്രമമാണ്. ഏതെങ്കിലും കാണുമ്പോൾ കൈക്കും വാങ്ങിപ്പോയി പരിഹരിച്ചു കളയാം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുടെ മാനസിക നില അല്ല ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. CPM വിമർശനത്തിനെതിരെ പൂജ്യം മലബാർ സഭയും രംഗത്തെത്തിയിരുന്നു എങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ സഭയും ബിഷപ്പന്മാരും നന്നായി നാണം കെട്ടു. വിശ്വാസികൾ പോലും ഈ വിഷയം ഏറ്റുപിടിച്ചില്ല എന്നതും സഭയ്ക്ക് കനത്ത തിരിച്ചടിയായി. ഇതിനിടെയാണ് പാമ്പ്ളാനിക്കെതിരെ ഒരു വിഭാഗം മെത്രാന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. BJPയെ അനുകൂലിച്ചില്ലെങ്കിൽ ഇപ്പോൾ മർത്തലമ്മമാർക്ക് ജാമ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കേസ് കടുപ്പിച്ചാൽ 10 കൊല്ലം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് മനുഷ്യക്കടത്ത് കേസിൽ ഇട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, BJPയെ വെറുപ്പിച്ചാൽ സഭയുടെ സകല കള്ളക്കമ്പട്ടങ്ങളും പൊളിച്ചെടുക്കും. ED സഭാസ്ഥാനങ്ങളിൽ കയറി നിരങ്ങുകയും ചെയ്യും. അതുകൊണ്ട് സഭാ നേതൃത്വത്തിന് ഒരു വിഭാഗം മെത്രാന്മാർ പാമ്പ്ളാനിയെ ക്രൂശിക്കണമെന്ന് ആവശ്യപ്പെട്ടാലും പാമ്പ്ളാനിയെ സംരക്ഷിച്ചേ മതിയാവൂ. കാരണം ഗതികേട് കൊണ്ടാണ്. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.